ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ 2024 ഒരുപാട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. നമ്മുടെ മലയാളികളായ ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. 2024 പുസ്തക പ്രകാശനത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു യാത്രയിലേക്കാണ് തുടങ്ങുന്നത്. നാൽപ്പത്തിമൂന്നാമത് രാജ്യാന്തര പുസ്തകമേളയുടെ ഏറ്റവും മഹനീയമായ ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. തീർച്ചയായിട്ടും വളരെ വിലയേറിയ വിസ്ഡം ബുക്സിൻ്റെ 2 ബുക്സിൻ്റെ ലോഞ്ചിങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. റിലീജിയൻ ഓഫ് IS, അതോടൊപ്പം തന്നെ എത്തിസം ദ വേസ്റ്റ്ലാൻഡ് ഓഫ് റീസൺ എന്ന 2 ഇംഗ്ലീഷ് പതിപ്പിലെ പുസ്തകങ്ങളാണ്. അതിലൊന്ന് ഇൻഷാല്ല ഇവിടെ ആദ്യം എത്തിസം ദ വേസ്റ്റ്ലാൻഡ് ഓഫ് റീസൺ എന്ന പുസ്തകം ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സൽഫി, ബഹുമാന്യനായ പണ്ഡിതൻ PN അബ്ദുൽ ലത്തീഫ് മൗലവിക്ക് കൈമാറുന്നതാണ്. ഏകദേശം കുറച്ച് കാലങ്ങളായി മലയാളക്കരയിൽ വളരെ കനപ്പെട്ട ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസിദ്ധീകരണാലയമാണ് വിസ്ഡം ബുക്സ്. ഇതിലധികം ഒരുപാട് ഗ്രന്ഥങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രഥമ ഗ്രന്ഥങ്ങളാണ് 2 ഗ്രന്ഥങ്ങളാണ് ഇവിടെ പ്രസിദ്ധീകൃതമായിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ കാലത്തിനിടയിൽ തന്നെ സാമൂഹികവും കുടുംബപരവും രാഷ്ട്രീയവുമായിട്ടുള്ള ചരിത്രപരമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ പുറത്തിറക്കാൻ ഈ ഷാർജ ബുക്ക് ഫെയറിൽ തന്നെ പുറത്തിറക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാം ഇവിടെ ഇന്ന് പ്രകാശിതമായിട്ടുള്ള 2 പുസ്തകങ്ങൾ, ഒന്ന് നാസ്തികതയുമായി ബന്ധപ്പെട്ട പുസ്തകമാണ്. സമൂഹത്തെയും അതുപോലെ തന്നെ സമൂഹത്തെ മൊത്തത്തിൽ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിപത്താണല്ലോ. അതുപോലെ തന്നെ ലോകത്തിന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ കുലത്തിൻ്റെ തന്നെ ശത്രുവായിട്ടുള്ള ഭീകരതയുമായി കൊണ്ട് ബന്ധപ്പെട്ടതിൻ്റെ വിശ്വാസികൾ അതിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചുള്ള 2 ഗ്രന്ഥങ്ങളാണ്. ഇതുവരെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും മലയാളികളും അല്ലാത്തവരുമൊക്കെ ഹൃദ്യമായി സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഗ്രന്ഥവും സ്വീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഷാർജയിലെ വിശേഷിച്ചും UAE പൊതുവായുമുള്ള ഒരു മഹാ ഉത്സവമാണ് ഈ ഷാർജ ബുക്ക് ഫെയർ, ഷാർജ പുസ്തകമേള. 43ാമത് പുസ്തകമേളയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ധാരാളക്കണക്കിന് വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കപ്പെടുകയും ആ വിജ്ഞാന കൈമാറ്റത്തിലൂടെ വലിയ സംസ്കാരത്തിൻ്റെ കൈമാറ്റമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കാനും അതുപോലെ അതിന് സാക്ഷികളാകാനും അവസരം ലഭിച്ചതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഈ ഷാർജ ബുക്ക് ഫെയറിൻ്റെ ഒരു പ്രധാനമായ ആകർഷണ കേന്ദ്രമാണ് വിസ്ഡം ബുക്ക് ഹൗസ്. വളരെ കുറഞ്ഞ ഒരു കാലഘട്ടത്തിനിടയിൽ മലയാളി സഹോദരങ്ങൾക്കിടയിൽ അങ്ങേയറ്റത്തെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു പുസ്തകശാലയാണ് വിസ്ഡം ബുക്സ്. കുറഞ്ഞ കാലം കൊണ്ട് 100 കണക്കിന് പുസ്തകങ്ങളെ മലയാളി സമൂഹത്തിന് സമർപ്പിച്ച, അതിൽ വൈജ്ഞാനികമായി, വിശ്വാസപരമായി, സാമൂഹികമായി, ആരോഗ്യപരമായി, ചരിത്രപരമായി ഒട്ടനേകം ഗ്രന്ഥങ്ങൾ അവർ ഇതിലധികം മലയാളികളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ആ പുസ്തകശാല പ്രസിദ്ധീകരിക്കുന്ന പുതിയ പുസ്തകങ്ങൾ ഈ ഷാർജ സമൂഹത്തിന് പരിചയപ്പെടുത്തുവാൻ സാധിച്ച ഒരു സന്ദർഭം കൂടിയാണിത്. എല്ലാ ഭാവങ്ങളും നേരുന്നു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വിസ്ഡം ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ഇംഗ്ലീഷിലുള്ള 2 പുസ്തകങ്ങളാണ് ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത്. ഒന്ന് നാസ്തികതയുടെ വിഡ്ഢിത്തങ്ങൾ സമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്ന നിലക്കുള്ള
വളരെ കൃത്യവും ലളിതവും ചുരുങ്ങിയ വിധത്തിലുള്ള അവതരിപ്പിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. മറ്റൊന്ന് IS എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയുടെ അവരുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും അതേപോലെ തന്നെ അത് സമൂഹത്തിനുണ്ടാക്കിയ പരിക്കുകളും ഇസ്ലാമും അവരുമായിട്ടുള്ള ബന്ധം എത്ര അകലെയാണ് എന്നുള്ള കാര്യങ്ങളുമൊക്കെ ചുരുക്കി പ്രതിപാദിക്കുന്ന മറ്റൊരു പുസ്തകവുമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത്. വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിനിടയിൽ ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള ഈ വിസ്ഡം ബുക്സ് നൂറുകണക്കിന് പുസ്തകങ്ങൾ മലയാളികൾക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് വായനക്കാരായ ആളുകളിലേക്ക് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടും ഇനിയും മറ്റു പല ഭാഷകളിലേക്കും ഭാഷാന്തരം ചെയ്യപ്പെട്ടുകൊണ്ടുള്ള പുസ്തകങ്ങൾ അതിൻ്റെ പണിപ്പുരയിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും അള്ളാഹുവിൻ്റെ സഹായം എല്ലാ മേഖലയിലും നമ്മിൽ അവൻ സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ പുസ്തകങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. ആളുകളാണ് അത് വായിക്കുകയും അതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കുകയും ചെയ്യേണ്ടത്. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. ഇതൊരു നന്മയായി സ്വീകരിക്കട്ടെ. പരലോക കോടതിയിൽ ഈ ഇരുത്തം, ഈ കാര്യം, ഈ പ്രയത്നം ഒരു സാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.